രുചിയുള്ള ഭക്ഷണം കൊടുത്ത ഒരാളെ, അതെ, അയാൾ അറിഞ്ഞോ അറിയാതെ രുചിയുള്ള ഭക്ഷണം ചിലരുടെ മനസ്സിലേക്ക് കയറാൻ ഏറ്റവും എളുപ്പം ഒരു രുചിയുള്ള ഭക്ഷണം കൊടുക്കുക. ഇപ്പൊ നമ്മള് ഒരാള് വീട്ടിലേക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു തരത്തിലുള്ള ഒരു വശീകരണമാണ്. ഭാര്യ ഭർത്താവിന് അയാൾക്ക് ഇഷ്ടമുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെ ഭർത്താവ് ഭാര്യക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു. ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ വശീകരണം. നമ്മൾ കുറെ മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ അത് തന്ത്രമാണെന്ന് പറഞ്ഞ് തന്ത്രത്തിനെ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. ഇതൊന്നും ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാത്തൊന്നുമല്ല. ഇടയ്ക്കൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രണയം ഒരു തരത്തിലുള്ള വശീകരണമാണ് എന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. കാരണം അതുവരെ ജീവിച്ചൊരു സാഹചര്യത്തിൽ നിന്ന് മൊത്തത്തിൽ അയാളെ മാറ്റി മറ്റൊരിടത്തേക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അതെ ശക്തി അതിനുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പ്രണയത്തെ മാത്രം കുറ്റം പറയണ്ട. നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോവാണ്, മേലധികാരിയെ പ്രീതിപ്പെടുത്താൻ താഴെയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫോർ പ്രൊമോഷൻ ഓർ ഫോർ പെറ്റി ഗെയിൻസ് ഓർ ഓൾ ദീസ് തിങ്സ്. ഇത് ഒരുതരം വശീകരണമാണ്. അല്ലെങ്കിൽ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിനെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞു കൊടുത്ത് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക, അത് മാരണമാണ്. നമ്മൾ ഈ കാണുന്ന ഓം ഹ്രീം എന്നൊക്കെ പറയാനുള്ള മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പാക്ട് ഈസ് ദ സെയിം. കുറ്റം മുഴുവനും തന്ത്രത്തിനാണ്, തന്ത്രം മുഴുവനും കൂടോത്രമാണ്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്ര നമ്മുടെ സാമാന്യ ലൈഫിനെ, സാധാരണ ജീവിതത്തിനെ നമ്മൾ എത്ര ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്ന് നമ്മൾ സെൽഫ് ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും, നമ്മുടെ ബിഹേവിയർ കൊണ്ട് തന്നെ. അതിൻ്റെ ഒരു വെർഷനാണ് കുറച്ച് മന്ത്രങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്.